ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രീപെൻഡ് എന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ വെബ് പേജിൽ പല ടാഗുകളും ഉണ്ട്. ആ ടാഗിൻ്റെ മുമ്പിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് തീരുമാനിക്കുന്ന ടെക്സ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രീപെൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു, അതെങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് റണ്ണ് ചെയ്യിപ്പിച്ചു. അപ്പോൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ജസ്റ്റ് പ്രീപെൻഡ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഇതിൻ്റെ മുമ്പിൽ നമുക്ക് ആ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇവിടെ വന്നൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബട്ടണിൻ്റെ പേര് BTN1 ID ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ 2 പാരഗ്രാഫും ചേർത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ P എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്ത ഈ പാരഗ്രാഫ് ടാഗാണ്. അതിൻ്റെ മുമ്പ് പ്രീപെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ്, അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ ചേർത്ത് കൊടുക്കുന്നത് ആ ടെക്സ്റ്റ് അതിൻ്റെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്ത് വരണം. ഓക്കെ, അതാണ് ഇവിടെ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ ആ ടെക്സ്റ്റ് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആ പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട്. ഇതിനെ കൂടാതെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു OL ലിസ്റ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ലിസ്റ്റ് ഐറ്റംസ്, ഐറ്റം നമ്പർ 1, ഐറ്റം നമ്പർ 2, ഐറ്റം നമ്പർ 3 എന്ന് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ 2 ബട്ടണും കൊടുത്തിട്ടുണ്ട്, BTN1 അതേപോലെ BTN2. ഈ BTN ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരത്തെ ഡിസ്പ്ലേ ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെ, അതായത് ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ മുമ്പിൽ ആ ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവുകയാണ്. എന്നാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ടാമത് കൊടുത്ത ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് BTN2ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ ഉള്ളിൽ ഒരു ഐറ്റം കൂടിയും, അതായത് പ്രീപെൻഡ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഐറ്റം ആഡ് ചെയ്യാണ്. അത് ഏതിലേക്കാണ് ആഡ് ചെയ്യുന്നത്? ഓർഡർ ലിസ്റ്റ് എന്നുള്ള ഇതിൻ്റെ ഉള്ളിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പുതിയൊരു ഐറ്റം ഇതുപോലെ ആഡായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രീപെൻഡ് ഉപയോഗിക്കുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ അഡീഷനായിട്ട് രണ്ട് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ടെക്സ്റ്റ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഒരു സൈറ്റ് അതായത് 2 പാരഗ്രാഫ് ടാഗ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ താഴെ എന്ത് ചെയ്യുന്നു? ഈ പി എന്നുള്ള പാരഗ്രാഫിലേക്ക് എന്ത് ചെയ്യണം? ഈ വേർഡ് കൂടി നമുക്കതിൻ്റെ കൂടെ ആഡ് ആവണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതും നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാൻ മൂന്നാമത്തെ എക്സാമ്പിൾ റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിതിൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഹലോ എന്നുള്ള ടെക്സ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ ആഡായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച തന്നെ പ്രീപെൻഡ് എന്നുള്ള എക്സാമ്പിൾ വർക്ക് ചെയ്യിപ്പിക്കാമെന്നും അത് വർക്ക് ചെയ്തിട്ട് എങ്ങനെ ഒരു 3 എക്സാമ്പിൾ നമുക്ക് റണ്ണ് ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.